അവരെയും നമ്മൾ അംഗീകരിക്കണം. വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദാറ്റ്. അവര് മനുഷ്യരാണ്, അവരെ നമ്മള് ஐத்தத்தோடு காணேட்ட காரியமும் இல்ல. அவங்களும் மனுஷங்க தானே. இப்போ நார்மலா ஒரு மேல பத்தி போடுறோம், அவங்கள பத்தி ஹேட் கமெண்ட் போடுறது தப்புனா அதே போல அவங்களும் தானே. தனியா அதை மட்டுமே நம்ம முன்னாடி இருந்தப்போ அது தப்பா பார்த்துட்டு இருந்தாங்க. പക്ഷെ ചിലര് കാണിക്കുന്ന തോന്നിയാസം കാണുമ്പോൾ അടിച്ചു വെച്ചു കൊടുക്കാന്ന് തോന്നും. ചിലരൊക്കെയാ അവർക്ക് വേറെ ആരെയും ഉപദ്രവിക്കാതെ അവരുടേതായ ഇഷ്ടത്തിന് അവർ ജീവിച്ചോട്ടെ. അത് ഓരോരുത്തര് ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോഴും തർക്ക വിഷയമായി തുടരുകയാണ് LGBTQ+ കമ്മ്യൂണിറ്റി. എന്നാൽ ചിലർ LGBTQ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ചിലർ അതിനെ പ്രതികൂലിച്ചാണ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് LGBTQ കമ്മ്യൂണിറ്റിയെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് അവരോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പോ LGBTQ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഒരുപാട് പേര് പറയുന്നുണ്ട് 2 ജെൻഡറേ ഉള്ളൂ എന്നാണ്. അപ്പൊ അവരോട് നിങ്ങൾക്ക് എന്താണ് പറയുന്നത്? 2 ജെൻഡറൊന്നും അല്ല. പണ്ടത്തെ ഒരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് തുറന്നു പറയാനുള്ളൊരു സ്പേസ് ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ബിഗ് ബോസ് കാണുന്നില്ലേ, അതില നൂറായി എടുത്ത് നോക്കാം. അതിൽ ലക്ഷ്മി പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ വരികയാണെങ്കിൽ അവരെ മകൻ ഉൾപ്പെടെ ഇൻഫ്ലുവൻസ്ഡ് ആവും. അപ്പം അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, അതായത് ഞാൻ അങ്ങനെ ലെസ്ബിയൻസ് കമ്മ്യൂണിറ്റീനെ കണ്ട് വളർന്ന ഒരാളല്ല, പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആകത്തില്ല. അപ്പൊ ഞാൻ ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു സമയത്ത് ഞാനൊരു കമന്റ് ഇടയായി. നമുക്ക് ഈ സെക്ഷൽ ഓറിയന്റേഷനും നമ്മുടെ ഈ ഒരു വളർച്ചയൊക്കെ രണ്ട് ഘട്ടത്തിലാണ്. നമ്മൾ അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ തന്നെ നടക്കുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അവരുടെ ഭാഗമാണ്. പിന്നെ ഇത് മിസ്യൂസ് ചെയ്യുന്ന ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ തന്നെ നമുക്കിപ്പോൾ കാണാവുന്ന ഒരുപാട് പേര് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനോടൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഇപ്പം സൂര്യ, സീമ വിനീത് അങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെ അവരൊക്കെ നല്ല ആൾക്കാരാണ്. അവർ നമ്മുടെ സമൂഹത്തിനോട് ഒരു ഐഡിയ കൊടുക്കുന്നുണ്ട്, അവര് നല്ല കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പല ആൾക്കാരും ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം സീമ മാം എന്നെ പറയുന്ന ഒരു പുള്ളിക്കാരിയുടെ ഒരു വീഡിയോയില് പുള്ളിക്കാരി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് ഇപ്പം വിവാഹം കഴിച്ചിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് പോയി പറഞ്ഞു നടക്കുന്ന ഒരുപാടുണ്ട്. അവര് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. ഇന്ന് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാൻ ലെസ്ബിയൻസിനെ ആയാലും ഗേ കപ്പിൾസിനെ ആയാലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം പ്രണയിക്കുക, അവരിപ്പോൾ ലെസ്ബിയൻസ് കമ്മ്യൂണിറ്റിയുടെ അടുത്ത് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം, കുട്ടികളൊന്നും വേണ്ടേ? സംതിങ് ദാറ്റ് മാരീഡ് ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുട്ടി ഉണ്ടാക്കേണ്ടതിനുള്ള, അല്ലെങ്കിൽ അതുണ്ടല്ലോ ഒരു സെക്ഷലി ആയിട്ട് പോവുക, എന്നിട്ട് കുഞ്ഞുണ്ടാവുക, അതിന്റെ രീതിയിൽ അങ്ങ് പോവുക, അതല്ല മാരീഡ് ലൈഫ്. നമുക്ക് സേഫാണ്, നമുക്ക് കംഫർട്ടബിൾ ആണ്, അതിൽ സൗന്ദര്യം ഇല്ല, വിദ്യാഭ്യാസം ഇല്ല, പണമില്ല, ഒന്നുമില്ല. നമ്മൾ കംഫർട്ടബിൾ ആണെന്നുള്ളൊരു ഏരിയ ഉണ്ടെങ്കിൽ അത് മതി. ഇപ്പം നൂറ അവരോട് ചോദിക്കുന്ന കുട്ടികളൊന്നും വേണ്ടേ? അപ്പൊ നമ്മൾ ചിന്താഗതി ഇപ്പൊ ആലോചിക്കണം. കുട്ടിയാണ്, മാരീഡ് ലൈഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ്, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ മാരീഡ് ലൈഫ് ഇസ് നോട്ട് കൺഫൈൻഡ് ടു ദാറ്റ്. അതിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമല്ല. പിന്നെ പലർക്കും പല ഒപ്പീനിയൻസ് ആണ്, പലർക്കും പല വ്യൂസ് ആണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ അവരെയും നമ്മൾ അംഗീകരിക്കണം. വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദാറ്റ്. അവര് മനുഷ്യരാണ്, അവരെ നമ്മൾ ഐത്തത്തോട് കാണേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അവരെ മാറ്റി നിർത്തണം, അവര് വരുമ്പം അങ്ങനെ മിണ്ടരുത്. നമ്മളെ കോളേജിലായാലും ഒരുപാട് പേര് അങ്ങനെ ഉള്ളവരുണ്ട്. ഐ തിങ്ക് ഞാനിപ്പോ ഈ ഇടയ്ക്കായിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ ഒരു ചേച്ചി, പുള്ളിക്കാരത്തി ട്രാൻസ്ജെൻഡർ ആണ്. ആ ആളെ ഒരു ബസ്സിൽ പോയ ഒരു കണ്ടക്ടർ നോക്കുന്ന ആ ഒരു നോട്ടം കണ്ടപ്പം എനിക്കങ്ങ് ഇതായി. എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? നമ്മൾ നോർമലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതൊക്കെ. ഇപ്പം നമ്മൾ പോകുന്ന സമൂഹത്തിൽ അത് നോർമലൈസ് ചെയ്യണം. ദേ ആർ ആൾസോ ഹ്യൂമൻ. അവർക്കും റൈറ്റ് ഉണ്ട്, അവർക്കും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്, അവർക്കും ഫണ്ടമെന്റൽ റൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു സൈഡിൽ മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ അങ്ങനത്തെ കമ്മ്യൂണിറ്റീനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അവർ മനുഷ്യരാണ്, അവരുടെ സെക്ഷൽ ഓറിയന്റേഷൻ അതാണ്, അവരുടെ അട്രാക്ഷൻ അതാണ്. അപ്പം അവരുടെ ഒരു ഫ്രീഡമാണ് അത്, അല്ലേ? അവര് റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന ആ ഒരു ആർട്ടിക്കിളിന്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ്. അത് അവര് ജീവിച്ചോട്ടെ, അവർക്കും ജീവിക്കണമല്ലോ, അവര് മനുഷ്യരല്ലേ. ഒരുപാട് പേര് പറയുന്നുണ്ട് ഇങ്ങനെ കമ്മ്യൂണിറ്റി അവർക്ക് എന്തോ മെന്റൽ ഡിസോർഡർ ആണ്, അത് ചികിത്സിച്ചൊന്നും മാറ്റാനൊന്നും പറ്റത്തൊന്നുമില്ല ആയിരിക്കും. അത് ഇല്ല, അതെങ്ങനാ പറ്റുന്നേ? ഞാൻ പറഞ്ഞില്ലേ, എന്താണ് പറയാ? അയ്യോ അതൊക്കെ ഒന്നും കൂടി അതിനെ കുറിച്ച് പഠിക്കാനുണ്ട് നിങ്ങള്.
ഞാൻ പറഞ്ഞില്ലേ, ഒരു പുള്ളിക്കാരന്റെ കമന്റ് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായ പുള്ളിക്കാരൻ അത് ആരാണെന്ന് എനിക്കറിയത്തില്ല. നമ്മളിങ്ങനെ റാൻഡംലി ഇങ്ങനെ ചെക്ക് ചെയ്ത് പോകത്തില്ല. അപ്പൊ എനിക്ക് പുള്ളിക്കാരൻ നല്ലപോലെ പറഞ്ഞ് വ്യക്തമാക്കി തരുന്നുണ്ട്. സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്ന ഒരു നല്ലൊരു, എനിക്ക് അതിന്റെ ഡെപ്ത് അറിയത്തില്ല കേട്ടോ, പക്ഷെ സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്ന ഒരു വേറൊരു ഘടകമാണ്, അമ്മയുടെ വയറ്റിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അത് ചികിത്സിച്ച് എങ്ങനെയാ മാറ്റാൻ പറ്റുന്നത്? ഇപ്പൊ ഇൻബോൺ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം, ഇൻബോൺ ആയിട്ട് ഒരു കുഞ്ഞിന് കൈയില്ല, അവന് ചികിത്സിച്ച് കൈ വളർത്താൻ പറ്റുമോ? കൈ വളർത്താൻ പറ്റും ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ തന്നെയുള്ളൂ. അവന് ഇൻബോൺ ആയിട്ട് കൈയില്ല, അവന് നമുക്ക് ചികിത്സിച്ച് കൈ വളർത്താം. അങ്ങനെ എങ്ങനെ പറ്റുന്നേ? അതൊന്നും ഒരിക്കലും മാറ്റാനൊന്നും പറ്റത്തില്ല ചേച്ചി. അതൊക്കെ അവരുടെ ഇഷ്ടമില്ലേ? താങ്കൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? അങ്ങനെ വെച്ചാ രണ്ടുമില്ല. അവരും മനുഷ്യന്മാരാ. പക്ഷെ ചിലര് കാണിക്കുന്ന തോന്നിയാസം കാണുമ്പോ അടിച്ചു വെച്ചു കൊടുക്കാൻ തോന്നും. ചിലരൊക്കെയാ. അതായത് ചിലര് പറയുന്നുണ്ട് ഇതൊക്കെ ഒരു മെന്റൽ ഡിസോർഡർ ആണ്. അല്ല, ഒരിക്കലും അല്ല. അതൊക്കെ പറയുന്നവരോട് എന്താ പറയാനുള്ളത്? അങ്ങനെ പറയുന്നവര് വിവരക്കേടാ. അതെ, ഓഫ് കോഴ്സ്. അല്ലാണ്ട് അതൊക്കെ അവരവരുടെ ലൈഫ്, അവരുടെ ഇഷ്ടം. ലെറ്റ് ദം ലീവ്. അവർ നമ്മളെ പോലെ തന്നെയല്ലോ. LGBTQ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാ സപ്പോർട്ട് ചെയ്യുന്നത്? அது அவங்களுடைய இதோட தானே, அவங்களுக்கு உள்ள அவங்களோட உரிமையில் அவங்களுக்கு தோன்ற எமோஷன்ஸ் அதை வந்து சப்போர்ட் செய்யறது കറക്റ്റ് തന്നെ. അത് തന്നെ തപ്പ്. ഇപ്പൊ ഒരുപാട് അവരിപ്പോ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ, അവര് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ LGBT കമ്മ്യൂണിറ്റി ഉള്ളവര് പോസ്റ്റ് ചെയ്യുമ്പോ അതിന്റെ താഴെ കമന്റ്സില് ഒരുപാട് ഹേറ്റ് കമന്റ്സ് വരുന്നു. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും? അതൊക്കെ മാറ്റാനുള്ള സമയം ആയില്ലേ? ஆமா, சமயம் ஆகும். ஆனா இப்ப இருக்க மனநிலை மாறணும். அது மாறினாதான் வந்து இதாகும். ஆனா அப்படி பண்றது தப்பு. ஏன்னா அது அவங்களோட இது உரிமை. அவங்களும் மனுஷங்க தானே. இப்போ நார்மலா ஒரு மேலை பத்தி போடுறோம், அவங்கள பத்தி ஹேட் கமெண்ட் போடுறது தப்புன்னா அதே போல அவங்களும் தானே. தனியா அதை மட்டுமே நம்ம முன்னாடி இருந்தப்போ வந்து அது தப்பா பார்த்துட்டு இருந்தாங்க. முன்னாடியில அது வந்து இதா இருந்துச்சு. இப்போ வந்து நல்லா முற்போக்கா நிறைய சிந்திக்க ஆரம்பிச்சிருக்கோம், நம்ம நிறைய படிக்க ஆரம்பிச்சிருக்கோம். அப்ப அது தப்பு. அது மாதிரி போடுறது മാറണം. പറയുന്നുണ്ട് 2 ജെൻഡർ മാത്രമേ ഉള്ളൂ, 2 ജെൻഡർ മാത്രമേ ഉള്ളൂ ഈ ലോകത്തുനിന്ന്. അത് തെറ്റല്ലേ? അത് തെറ്റാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ലേ, 2 ജെൻഡർ മാത്രം മനുഷ്യന്മാരുണ്ടല്ലോ. 2 ജെൻഡർ മാത്രമല്ല. பண்டு காலம் தொட்டு நிறைய ஜெண்டர் உண்டு. பழைய காலத்துல இருந்தே வந்து இந்த ஜெண்டர், தேர்ட் ஜெண்டர்ன்றதும் மற்ற இது எல்லாமே இருக்குதானே. அப்ப அது நார்மல் தான். LGBTQ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു? സപ്പോർട്ട് മീൻസ് അവർക്ക് വേറെ ആരെയും ഉപദ്രവിക്കാതെ അവരുടേതായ ഇഷ്ടത്തിന് അവർ ജീവിച്ചോട്ടെ. അത് ഓരോരുത്തര് ഇഷ്ടമുള്ള കാര്യമല്ലേ. പക്ഷെ ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, അവര് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ താഴെ ഒരുപാട് ഹേറ്റ് കമന്റ്സ് വരുന്നുണ്ട്. അപ്പം ഇപ്പോഴും ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യാത്തവര് കുറെ ഉണ്ടല്ലോ. അപ്പൊ അതിനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അത് അവർക്ക് അതിനെ കുറിച്ചുള്ള വിവരം അതിനെ കുറിച്ചും അതിന്റെ കാര്യങ്ങളെ കുറിച്ചും ബോധമില്ലാത്തതുകൊണ്ടാണ്. സ്വന്തം ഫാമിലിയിൽ വരുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ചിലര് പറയുമായിരിക്കും പുറത്താക്കും, അങ്ങനെയൊക്കെ പറയുമായിരിക്കും. പക്ഷെ എന്നാലും നമ്മളെ ഫാമിലി വരുമ്പോഴേ നമുക്കിപ്പോ സ്വന്തം മോനോ മോളോ ആണ് ഇങ്ങനെ വരുന്നതെങ്കിൽ ചിലര് പുറത്താക്കുന്നവർ കാണും. പക്ഷെ എന്നാലും കൂടെ നിൽക്കുന്നവരും കാണും. അപ്പം ഇതിലൊക്കെ കുറച്ച് എഡ്യൂക്കേഷൻ വേണം. ഇതിൽ കുറച്ച് ക്ലാസ് ഒക്കെ കൊടുക്കണം. നമ്മൾ കോളേജിലായാലും സ്കൂളിലായാലും ഇതിനെക്കുറിച്ചൊക്കെ എഡ്യൂക്കേഷൻ കൊടുക്കണം. എന്നാലേ അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവത്തുള്ളൂ. കോളേജിൽ സ്കൂളിലും കൊടുക്കണേക്കാട്ടി ഇപ്പൊ ഏജ്ഡ് ആയിട്ടുള്ളവർക്കും കൂടെ മനസ്സിലാക്കി കൊടുക്കണായിരിക്കും കുറച്ചും കൂടെ ഇത്. കോളേജിൽ ഇപ്പൊ ആ ഒരു ഏജിലുള്ളവർക്ക് ഏകദേശമൊക്കെ ഒരു ഐഡിയ കാണുമല്ലോ. പക്ഷെ നല്ല ഏജ്ഡ് ആയിട്ടുള്ളവർക്കാണ് കുറച്ചും കൂടെ അറിവ് കൊടുക്കുക. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ഏജിൽ എത്തുമ്പോഴാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് ഞങ്ങള് ഇതല്ല. ഇപ്പൊ ഞാൻ പെണ്ണാണെങ്കിൽ എനിക്ക് ആവാനാണ് താല്പര്യം എന്നുള്ളത് നമ്മളൊരു പർട്ടിക്കുലർ ഏജ് എത്തുമ്പോഴാണല്ലോ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഇതിൽ പിന്നെ അവർ അതിലോട്ട് മാറുമ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇതൊരു ഡിസോർഡർ ആണ്, മെന്റൽ ഡിസോർഡർ ആണ്, അതിനെ ചികിത്സിച്ച് മാറ്റുന്നത്. അപ്പൊ അതിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അത്രയും വേദന സഹിച്ച് കഷ്ടപ്പെട്ട് അവരത് അങ്ങനെ ചെയ്യണമെങ്കിൽ അവർക്ക് അത്രത്തോളം അവർ ഗേൾ ആണ് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ബോയ് ആണ് എന്ന് തോന്നുന്നു. അല്ല നമ്മളറിയാം സ്വയം തന്നെ ഒരാളെങ്കിലും ചുമ്മാ എടുത്ത് വേദന സഹിക്കോ. അപ്പൊ ഇത് നന്നായിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ജേർണിയാണ്. അപ്പൊ നമ്മൾ അവരെ സപ്പോർട്ട് വേണം ചെയ്യാൻ. അല്ലാതെ നമ്മളവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വെറുതെ അവരെ ഹെയ്റ്റ് കമന്റ്സ് ഇടയോ അവരെ ഉപദ്രവിക്കാൻ പോവാതിരുന്നേ
അവരെ മൈൻഡ് ചെയ്യാതിരുന്നാലും മതി. അവർ അവരുടേതായ രീതിയിൽ ജീവിച്ചോളുമല്ലോ. എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അപ്പം നമുക്ക് ബോയ് ആണ് ഇഷ്ടം, ബോയെ കല്യാണം കഴിക്കുക. നമുക്ക് ഗേളായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം, ഗേളായിട്ട് ജീവിക്കുക. അവര് നമ്മളെ പൈസയൊന്നും വാങ്ങിച്ചിട്ടല്ലല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം അവരിഷ്ടത്തിന് അവർ ജീവിച്ചോട്ടെ. നമ്മൾ ഏത് ജെൻഡർ ആയാലും ഏത് രീതിയിൽ നടന്നാലും നമ്മൾ ബാധിക്കുന്നില്ലല്ലോ. അപ്പൊ നമ്മളെ കാര്യം നോക്കിയപ്പോ അവരവരെ കാര്യം സപ്പോർട്ടാണ്. ഇപ്പൊ ഒരുപാട് പേര് ഇതിന് ഇപ്പം സോഷ്യൽ മീഡിയയിലെ കമന്റ്സ് ഒക്കെ ഇടുമ്പോ ഇതിന് ഹേറ്റ് കമന്റ്സ് വരുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? ചിന്താഗതി കാരണം എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ചിന്തിക്കുന്നത്? അവരുടെ ഒരു ലോജിക് വെച്ച് അങ്ങനെ തോന്നുന്നു. ഇതൊരു മെന്റൽ ഡിസോർഡർ ആണെന്നാണ് എല്ലാരും പറയുന്നത്. അതിനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഡിപ്പെൻസ്. അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ലൈക്ക് ആരെ അങ്ങനെ അറിഞ്ഞൂടാ. അങ്ങനെ അറിഞ്ഞാലല്ലേ ലൈക്ക് ഇതിനെ കുറിച്ച് എനിക്ക് വലിയൊരു പിടുത്തം ഇല്ല. അതുകൊണ്ട് പിന്നെ സപ്പോർട്ട് വലിയ രീതിയിലില്ല. അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം ഗേ കപ്പിൾസ് അല്ലെങ്കിൽ ലെസ്ബിയൻ കപ്പിൾസിനെയൊക്കെ ഓരോരുത്തരെ പോസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ കമന്റ് സെക്ഷനിൽ ഒരുപാട് ഹേറ്റ് കമന്റ്സ് ഒക്കെയാണ് വരുന്നത്. കുറെ ചീത്ത വിളിക്കുന്നുണ്ട്. അപ്പൊ അതിനോട് എന്താണ് പറയാനുള്ളത്? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ആരാ ചൂസ് ചെയ്യണം ചൂസ് ചെയ്യണ്ടെന്ന്. സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല, ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റത്തെ? സപ്പോർട്ട് ചെയ്യണ്ടേ? ചെയ്യാൻ വേണ്ടി വലിയ അനുഭവമൊന്നുമില്ല. ചെയ്യാതിരിക്കാൻ വേണ്ടി എനിക്ക് അവരുടെ അടുത്ത് വെറുപ്പില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാ സപ്പോർട്ട് ചെയ്യാത്തെ? നമ്മള് പറയുന്നതല്ലേ, അവരവരുടെ സെക്ഷുവാലിറ്റി ആണല്ലോ. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അത് നല്ലതാണ്. അവര് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും.